വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഇത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് മയോണൈസ് കൂടെ ആവശ്യമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മയോണൈസിൻ്റെ റെസിപ്പിയും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മയോണൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബ്ലെൻഡർ എടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു മുട്ടയുടെ വെള്ളം ഒഴിക്കുക. ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ്. നമ്മളിവിടെ മുട്ടയുടെ വെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കുക. നാരങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി യൂസ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടെ ഇടാം. അതിനുശേഷം നമ്മൾ മിക്സിയിലെ പൾസ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അരയ്ക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഞാനിവിടെ 2 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. മിക്സിയുടെ പൾസ് ഉപയോഗിച്ച് മാത്രം അരക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ചായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക. സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഉപയോഗിക്കാം. നമുക്ക് എത്രയാണോ കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് എടുത്തിട്ടുള്ളത്. കാരണം എനിക്കിത് ബ്രെഡ് ഫില്ലിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്യാബേജ് എടുക്കാം. ഗ്രേറ്റ് ചെയ്ത ക്യാബേജ് എടുക്കുക. അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടെ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ക്യാപ്സിക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇടാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇടാം. നമ്മൾ കുറച്ചിട്ടാൽ മതി. ഈ വെജിറ്റബിൾസിനുള്ളത് മാത്രം ഇട്ടാൽ മതി, കാരണം മയോണൈസിൽ ഓൾറെഡി ഇട്ടതാണ്. ഇനി അതിലേക്ക് കുറച്ച് തൈര് ഇട്ട് കൊടുക്കാം. പുളിപ്പില്ലാത്ത തൈര് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയോണൈസ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു മുട്ടയുടെ ആക്കിയിട്ടുള്ളത്, അത് മൊത്തം ഇതിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ നമ്മളുള്ള പച്ചക്കറിയും അതുപോലെ തന്നെ മയോണൈസും തൈരൊക്കെ നന്നായിട്ട് യോജിക്കണം. ഇനി സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ബ്രെഡ് എടുക്കാം. അതിൽ ഒരു ബ്രെഡിൽ നമ്മൾ ചീസ്, ഇതുപോലത്തെ പീസ് ചീസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതെടുത്തിട്ട് ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ അത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മിക്സ് ഒന്നിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കറക്റ്റായിട്ട് മൊത്തമായിട്ട് നമ്മൾ ഫില്ല് ചെയ്യാം. മറ്റേ ബ്രെഡിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള രണ്ടാമത്തെ ബ്രെഡിൽ കുറച്ച് ടൊമാറ്റോ സോസ് നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോയും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ടൊമാറ്റോസ് യൂസ് ചെയ്തിട്ടില്ല. അതിനുശേഷം ആ ബ്രെഡ് അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു പാൻ വയ്ക്കുക. പാനിൽ ബട്ടർ ഇടുക. ബട്ടർ നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സാൻഡ്വിച്ചിൽ തക്കാളി അതുപോലെ തന്നെ ഉള്ളിയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു തവി വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഏകദേശം മറ്റേ ഭാഗം ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ അത് മറിച്ചിടുക. അപ്പം 2 സൈഡും ഈ ബ്രെഡിൻ്റെ 2 സൈഡും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം വളരെ സിമ്പിളായിട്ടുള്ളയും ഈസി ആയിട്ടുള്ളയും അതുപോലെ തന്നെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ബ്രെഡ് സാൻഡ്വിച്ച് റെസിപ്പിയാണിത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. ഇതിൽ വലിയതായിട്ട് എരിവോ കാര്യങ്ങളൊന്നും തന്നെയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കോ ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.